ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എഫ് എം ഡിറ്റക്ടേഴ്സാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ എഫ് എം ഡിറ്റക്ടേഴ്സിൽ എന്താണ് എഫ് എം ഡിറ്റക്ഷൻ്റെ ബേസിക് കോൺസെപ്റ്റ് പറഞ്ഞു, എന്താണ് സ്ലോപ്പ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞു, എന്താണ് ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞു, എന്താണ് ഫോസ്റ്റർ സീലെ ഡിസ്ക്രിമിനേറ്റർ. ഇത്രയും കോൺസെപ്റ്റുകൾ നമ്മൾ ഡെപ്തിൽ പറഞ്ഞു. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് PLL ഡിമോഡുലേറ്റർ. സോ ഈ PLL അല്ലെങ്കിൽ ഫേസ് ലോക്ക്ഡ് ലൂപ്പ് എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് അനലോഗ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നുള്ള പേപ്പറിലാണ് ശരിക്കും PLLനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ നിങ്ങൾ PLL പഠിക്കുന്നുണ്ട്, VCO പഠിക്കുന്നുണ്ട്. എന്താണ് VCO? VCO എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. അതിൻ്റെയൊക്കെ ബ്രീഫ് വർക്കിംഗ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു AICയിൽ തന്നെ നിങ്ങൾ അപ്ലിക്കേഷൻ ഓഫ് PLL എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുന്നത് എന്താണ്? FM ഡിമോഡുലേഷനാണ് മെയിൻലി എന്ത് യൂസ് ചെയ്യുന്നത്? ഫേസ് ലോക്ക്ഡ് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ജനറലി ഫേസ് ലോക്ക്ഡ് ലൂപ്പ് FM ഡിമോഡുലേറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്ക്, ഫസ്റ്റ് ഫേസ് ഡിറ്റക്ടറാണ്, പിന്നെ ഒരു ലോ പാസ് ഫിൽറ്റർ, പിന്നെ ഒരു എറർ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ, ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ. ഇത്രയും ബ്ലോക്കാണ് ശരിക്ക് ഫേസ് ലോക്ക്ഡ് ലൂപ്പ് FM ഡിമോഡുലേറ്ററിനുള്ളത്. സോ ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ചും കൂടി ഡെപ്തിൽ നമ്മൾ പോകണം. കാരണം AICയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടി പറയേണ്ടി വരും. സോ നമുക്ക് നോക്കാം എന്താണ് VCO. ജനറലി VCO എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുക? VCO എന്ന് പറയാം. സോ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ഈസ് ആൻ ഓസിലേറ്റർ വിത്ത് ഔട്ട്പുട്ട് സിഗ്നൽ whose output can be varied over a range which is controlled by input DC voltage. It is an oscillator whose output frequency is directly related to the voltage at the input. That is, VCO is a voltage to frequency converter. ഒരു വോൾട്ടേജ് ടു ഫ്രീക്വൻസി കൺവേർട്ടർ ആണ് VCO എന്ന് പറയുന്നത്. അപ്പോൾ ഒരു LM566 എന്നുള്ളൊരു IC പാക്കേജാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത്. സോ ഇതൊരു VCO അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ IC ആണ്. ഇത് ജനറലി ചെയ്യുന്ന കാര്യം നിങ്ങൾ നോക്കുക, അതിൻ്റെ ഫിഫ്ത്ത് പിന്ന് നോക്കുക. ഫിഫ്ത്ത് പിന്ന് മോഡുലേറ്റിംഗ് ഇൻപുട്ടാണ്. 3ഉം 4ഉം നോക്കുക, ട്രയാങ്കുലറും സ്ക്വയർ വേവ് ഔട്ട്പുട്ടാണ്. അപ്പോൾ നമ്മളൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ കൊടുത്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്വയർ വേവ് അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ സർക്യൂട്ട്. ഇതിൻ്റെ റിയൽ സർക്യൂട്ട്സ് നമുക്ക് പഠിക്കാം. ഒരു ടൈമിംഗ് കപ്പാസിറ്റർ ഉണ്ട്, ഒരു ടൈമിംഗ് റെസിസ്റ്റർ ഉണ്ട്. VCC എന്ന് പറഞ്ഞതിലേക്കുള്ള സപ്ലൈ, ഗ്രൗണ്ട്, NC എന്ന് പറഞ്ഞാൽ നോ കണക്ഷൻ. 7 പിൻസാണ് നമ്മൾ, 8 പിന്നിൽ 7 പിന്നാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓരോന്ന് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ VCO നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഒരു സ്പെസിഫിക് വോൾട്ടേജിനെ ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? VCO യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഈ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ വെച്ചിട്ട് നമ്മൾ PLLൻ്റെ വർക്കിംഗ് പറയുകയാണെങ്കിൽ ഇതാണ്. നിങ്ങൾ നോക്ക്, PLL അല്ലെങ്കിൽ ഫേസ് ലോക്ക്ഡ് ലൂപ്പ് ഞാൻ വരച്ചിരിക്കുന്നത്. സോ നിങ്ങൾ PLL നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതിൽ ഫേസ് ഡിറ്റക്ടർ ഉണ്ട്, അതുപോലെ ഒരു ലോ പാസ് ഫിൽറ്റർ ഉണ്ട്, ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ഉണ്ട്. ഈ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഫേസ് ഡിറ്റക്ടറിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ ഫേസ് ഡിറ്റക്ടർ കമ്പയർ ചെയ്യുന്ന 2 ഇൻപുട്ടാണ്. സോ ഒരു ഇൻപുട്ട് FIയും ഒരു ഇൻപുട്ട് FOUട്ടും ആണെങ്കിൽ 2 ഇൻപുട്ട് ഉണ്ട്. 2 ഇൻപുട്ട് എന്തും ആയിക്കോട്ടെ, 2 ഇൻപുട്ടുകളെ ഫേസ് ഡിറ്റക്ടർ കമ്പൈൻ ചെയ്യും. സോ ഈ 2 ഇൻപുട്ടുകളും സെയിം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? ഈ ഫേസ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫേസ് ആണ് കമ്പയർ ചെയ്യുക. എന്താണ് ഇപ്പോൾ ഫേസ് എന്ന് പറഞ്ഞാൽ? ഫേസ് അല്ലെങ്കിൽ ഫ്രീക്വൻസിയാണ് കമ്പയർ ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് സിഗ്നലും ഇതെൻ്റെ രണ്ടാമത്തെ സിഗ്നലും ആണെങ്കിൽ വളരെ ക്ലിയർ ആണ്, ഇതിന് ഫേസ് ചേഞ്ച് ഉണ്ട് അല്ലേ? ഈ റെഡ് കൊണ്ട് വരച്ചിരിക്കുന്നതിന് ഒരു ഫേസും യെല്ലോ കൊണ്ട് വരച്ചിരിക്കുന്നതിന് ഒരു ഫേസുമാണ്. ഇപ്പോൾ ഞാൻ 2 വേവ് ഫോം വരച്ചു. ഇതാണ് ഒരു വേവ് ഫോം, ഇതാണ് രണ്ടാമത്തെ വേവ് ഫോം എങ്കിൽ ഒരേ പാത്തിലൂടെയാണ് രണ്ട് സിഗ്നൽസ് പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഫേസ് ഡിഫറൻസ് ഇല്ല. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിഫറൻസുകൾ ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ FIനും FOUട്ടും സെയിം ആണെങ്കിൽ ജനറലി സംഭവിക്കുന്ന കാര്യം ഫേസ് ഡിറ്റക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് 0 ആയിരിക്കും. ഈ വോൾട്ടേജിനാണ് നമ്മൾ VER അല്ലെങ്കിൽ എറർ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ വളരെ ക്ലിയർ ആണ്, FIനും FOട്ടും ഡിഫറൻ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു എറർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. സപ്പോസ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന എറർ വോൾട്ടേജ് FI + FOട്ട് ആയിരിക്കും. FI + FOട്ട് എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഇതാണ് ഒരു എറർ വോൾട്ടേജ്. ഈ എറർ വോൾട്ടേജ് നമുക്ക് ഒരു ലോ പാസ് ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്യും. ഈ ലോ പാസ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ മേ ബി ഇതിൽ എന്തെങ്കിലും എറർ വോൾട്ടേജസ് ഒക്കെ ഉണ്ടെങ്കിൽ, എക്സ്ട്രാ എറർ ഉണ്ടെങ്കിൽ, അല്ല നമ്മളെ റേഞ്ചിന് മേലെയുള്ളൊരു ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ
അതിനെ നമുക്ക് ലോ പാസ് ഫിൽറ്റർ വഴി എന്ത് ചെയ്യാം, ഫിൽറ്റർ ചെയ്യാം. ഇതിനെ പിന്നെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വി സി ഒയിലേക്കാണ്. സോ എന്തായിരിക്കും വി സി ഒ? വി സി ഒ എന്ന് പറഞ്ഞാൽ ജനറലി എന്താണ്, നമ്മളിവിടെ വി സി ഓൾറെഡി പറഞ്ഞില്ലേ. വി സി ഒ ജനറലി ഇറ്റ് ഇസ് എ വോൾട്ടേജ് ടു ഫ്രീക്വൻസി കൺവേർട്ടർ അല്ലേ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമുക്കിപ്പോൾ ഒരു സ്പെസിഫിക് എറർ വോൾട്ടേജ് ഉണ്ടായിരുന്നു. ഈ എറർ വോൾട്ടേജ് ആണ് വി സി ഒയിലേക്ക് വരുന്നതെങ്കിൽ ഈ എറർ വോൾട്ടേജിനെ ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വി സി ഒ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ടും നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻപുട്ടും ഒരു തവണ കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കമ്പയർ ചെയ്തിട്ട് ഡിഫറൻസുകൾ വരുന്നുണ്ടെങ്കിൽ എറർ ജനറേറ്റ് ചെയ്യും. ഈ എറർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി സി ഒ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ജനറലി എന്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, പി എൽ എൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇങ്ങനെയാണ് പി എൽ എല്ലിൻ്റെ ബേസിക് വർക്കിംഗ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതുപോലത്തെ ഒരു ഫീഡ്ബാക്ക് ലൂപ്പ് വഴിയാണ് പി എൽ എൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, എഫിനും എഫ് ഔട്ടും കമ്പയർ ചെയ്യും, ഒരു എറർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. എറർ വോൾട്ടേജ് ചിലപ്പോൾ 0 ആയിരിക്കും. 0 ആണെങ്കിൽ വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ ചേഞ്ച് ഒന്നും വരത്തില്ല, എനിക്ക് ഡയറക്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. മേ ബി 0 അല്ല, ഒരു എറർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി വി സി ഒ ജനറേറ്റ് ചെയ്യും. ഈ ഫ്രീക്വൻസി നമ്മൾ ഇൻറ്റേർണലി ഫേസ് ഡിറ്റക്ടറിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ടിനെ മോഡിഫൈ ചെയ്യുന്നത്. ഇതാണ് ജനറലി എന്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഒരു ജനറൽ ഫേസ് ലോക്ക്ഡ് ലൂപ്പിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ എഫ് എം ഡിമോഡുലേറ്റർ പഠിക്കാം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ വരുന്ന കേസ് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഈ ഫേസ് ഡിറ്റക്ടർ കമ്പയർ ചെയ്യുന്ന, സപ്പോസ് ഇതൊരു കാരിയർ സിഗ്നൽ ആണെന്ന് വെച്ചോ. ഇതൊരു കാരിയർ സിഗ്നൽ ആണെങ്കിൽ എന്താ സംഭവിക്കാം? സോ ഒരു കാരിയർ സിഗ്നലും നമ്മളെ എഫ് എം സിഗ്നലും ഫേസ് ഡിറ്റക്ടർ എന്ത് ചെയ്യും, കമ്പയർ ചെയ്തിട്ട് അപ്പോൾ കാരിയറും എഫ് എം ഇൻപുട്ടും കമ്പയർ ചെയ്തിട്ട് ഒരു എറർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. ഈ എറർ വോൾട്ടേജ് നമ്മളൊരു ലോ പാസ് ഫിൽറ്ററിലേക്ക് പാസ് ചെയ്യും. ലോ പാസ് ഫിൽറ്റർ വേണ്ട ഫ്രീക്വൻസിയെ മാത്രം സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ വേണ്ട സിഗ്നലിനെ സെലക്ട് ചെയ്തിട്ട് ബാക്കി സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യും. നമ്മൾ ഒരു ആംപ്ലിഫയർ വഴി ഇത് നമ്മളെ സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യും, നമുക്കൊരു ഡീമോഡുലേറ്റഡ് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീമോഡുലേറ്റഡ് ഔട്ട്പുട്ട് പ്രോപ്പർ അല്ലെങ്കിൽ ഡീമോഡുലേറ്റഡ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡീമോഡുലേറ്റഡ് ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ആര് ജനറേറ്റ് ചെയ്യും, വി സി ജനറേറ്റ് ചെയ്യും. സോ ഈ രണ്ട് എഫ് എം ഇൻപുട്ടിൻ്റെയും വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്ററിൻ്റെയും ഫ്രീക്വൻസി കമ്പയർ ചെയ്തിട്ട് എറർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം ഫേസ് ലോക്ക്ഡ് ലൂപ്പ് എഫ് എം ഡിമോഡുലേറ്റർ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇത് നിങ്ങൾ അനലോഗ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ ഡെപ്തിൽ പഠിക്കും. ഞാനതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് എഫ് എം ഡിമോഡുലേറ്റർ, ഇവിടെ ഫേസ് ലോക്ക്ഡ് ലൂപ്പിൻ്റെയും വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്ററിൻ്റെയും ഫംഗ്ഷൻ എന്താണ്, ഈ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ നോക്കുക. നമ്മളിപ്പോൾ പറഞ്ഞു ദ ഇൻപുട്ട് എഫ് എം സിഗ്നൽ ആൻഡ് ദി ഔട്ട്പുട്ട് ഓഫ് വി സി ഒ ഈസ് അപ്ലൈഡ് ടു ദി ഫേസ് ഡിറ്റക്ടർ സർക്യൂട്ട്. ഇൻപുട്ട് എഫ് എം സിഗ്നലും നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ് വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടുമാണ് നമ്മൾ ഫേസ് ഡിറ്റക്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഔട്ട്പുട്ട് ഓഫ് ദി ഫേസ് ഡിറ്റക്ടർ ഈസ് ഫിൽറ്റേർഡ് യൂസിങ് എ ലോ പാസ് ഫിൽറ്റർ, ദ ആംപ്ലിഫയർ ആൻഡ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് ദി വി സി ഒ അല്ലേ. അതിനുശേഷം നമ്മൾ ലോ പാസ് ഫിൽറ്ററിലേക്ക് കണക്ട് ചെയ്യും, ഒരു ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ വി സി ഒനെ കൺട്രോൾ ചെയ്യുന്നത്. വെൻ ദർ ഈസ് നോ കാരിയർ മോഡുലേഷൻ ആൻഡ് ദ എഫ് എം സിഗ്നൽ ഈസ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദി പാസ് ബാൻഡ്, then the VCO tuned the line voltage will be at center position. When the deviation in the carrier frequency occurs, the VCO frequency follows the input signal in order to keep the loop in lock. As a result of tuned line voltage, the VCO varies and the variations of proportional modulation done in FM carrier wave, the voltage variation is filtered and amplified in order to get the demodulated signal. ഒന്നും പറയുന്നില്ല, കാരിയർ സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ജനറലി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആയിരിക്കും. കാരിയർ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് സിഗ്നലിനെ കമ്പയർ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് നമുക്ക് ഔട്ട്പുട്ടിൽ കാണാം. ഈ രീതിയിലാണ് നമ്മൾ എന്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്, ഒരു PLL FM ഡിമോഡുലേറ്റർ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.